നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2026 വിഷു വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്ന ഫലങ്ങളെ പറ്റിയാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം വരെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷം എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നതിനെ പറ്റിയാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഈ വിഷുവർഷം വലിയ മാറ്റങ്ങളുടെയും ഉയർച്ചയുടെയും വർഷമാണ്. രാഹു അധിപനായ ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു പുതിയ ഉണർവ് ലഭിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് ഈ വിഷുവർഷം. പ്രധാന മാറ്റങ്ങൾ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, സ്നേഹബന്ധം, ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. 92% ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. 9ാം ഭാവത്തിൽ ശനി നിൽക്കുന്നതിനാൽ ഭാഗ്യപുഷ്ടിയും ദൂരയാത്രയും പ്രതീക്ഷിക്കാം. 2026 ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം നിങ്ങളുടെ 2ാം ഭാവത്തിലേക്കാണ്. ധനത്തിൻ്റെ ഭാവമാണ് ഈ 2ാം ഭാവം. ആ 2ാം ഭാവത്തിലേക്ക് വരുന്നത് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഈ വ്യാഴമാറ്റത്തിന് ശേഷം, വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായി നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന രൂക്ഷമായ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഈ വിഷുവർഷത്തിൽ തീർച്ചയായും ഉണ്ടാകുന്നതാണ്. ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും. IT, കമ്മ്യൂണിക്കേഷൻ, വിദേശ വ്യാപാരം എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് മികച്ച ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വിഷുവർഷമാണിത്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. അത് ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. ജോലിയിലെ പുരോഗതി എന്ന് പറയുന്നത് ചെറിയ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് വലിയ അവസരങ്ങൾ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ വലിയ ബിസിനസ് സാധ്യതകളോ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം, ഔദ്യോഗിക രംഗത്ത് വലിയ സ്ഥാനക്കയറ്റങ്ങളും ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുവാൻ വലിയ സാധ്യതകളാണ് കാണുന്നത്. സാമ്പത്തിക സ്ഥിതി വളരെ സുരക്ഷിതമായ ഒരു വർഷമാണ്. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ സാമ്പത്തികമായ മേഖല പുഷ്ടിപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പഴയ കടങ്ങളും ബാധ്യതകളുമൊക്കെ നിങ്ങൾക്ക് തീർക്കുവാൻ കഴിയും. മുൻകാലങ്ങളിലെ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നും മികച്ച ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. വസ്തുവകകൾ, വിൽക്കാനിട്ടിരുന്ന വസ്തുവകകൾ വിറ്റ് നിങ്ങൾക്ക് വലിയ ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ കുടുംബ സ്വത്തോ അല്ലെങ്കിൽ പൂർവികമായി ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്നതോ കേസുകളിൽ കുരുങ്ങി കിടന്നതോ ആയവയൊക്കെ റിലീസായി നിങ്ങളുടെ കയ്യിലേക്ക് വലിയ ധനമായി വന്നു ചേരുവാനും വലിയ സാധ്യതയുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്തെ അഭിവൃദ്ധി, സാമ്പത്തികമായ ഒരു ഭദ്രത ഈ വർഷം നിങ്ങൾക്ക് നൽകുന്നതാണ്. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയുള്ളവർക്കും പദവിയിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. ദാമ്പത്തികപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു വിഷുവർഷം തന്നെ ആയിരിക്കും ഇത്. ജീവിത പങ്കാളിയുടെ പേരിൽ പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വിവാഹം അന്വേഷിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ വർഷം വളരെ അനുയോജ്യമായ ഒരു വർഷമാണ്. മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് നടക്കാതിരുന്നതിൻ്റെ പേരിൽ നിങ്ങൾ പിൻവാങ്ങിയ ആലോചനകൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി വരുവാൻ സാധ്യതയുണ്ട്. ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയത്ത് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കും. പ്രണയബന്ധങ്ങൾ പൂവണിയുവാൻ വളരെ സാധ്യതയുള്ള ഒരു സമയമാണ്. പലതും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ വിവാഹത്തിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞേക്കും. ദീർഘകാലമായി കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യം സിദ്ധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുവർഷം. മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് സന്തോഷകരമായ പല അനുഭവങ്ങളും അഭിമാനിക്കുവാനുള്ള പല അവസരങ്ങളും കൂടി ഈ വർഷം അനുഭവത്തിൽ വരുവാനും യോഗമുണ്ട്.
ആരോഗ്യത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും രാഹുവിൻ്റെ സ്വാധീനം ഉള്ളതിനാൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. കൃത്യമായി വ്യായാമം ചെയ്യുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ തിരുവാതിര നക്ഷത്രക്കാർ തീർച്ചയായും പാലിക്കേണ്ടത് ആവശ്യമാണ്. പണമിടപാടുകളിൽ നിങ്ങൾ അമിതമായി ആരെയും ഈ കാലയളവിൽ വിശ്വസിക്കാതിരിക്കുക. അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക. അവ്യക്തമായ ഒരു പണമിടപാടുകളിലും നിങ്ങൾ ഇടപെടാതിരിക്കുക. നിങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത ഒരു മേഖലയിലും മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുവാനും കൂടി ശ്രമിക്കുക. ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. സ്വന്തം ആവശ്യത്തിന് സാമ്പത്തിക ലോണോ അല്ലെങ്കിൽ കടമോ വാങ്ങുന്നതൊഴിച്ച് മറ്റൊരാളെ സഹായിക്കുന്നതിനായി, മറ്റൊരാൾക്ക് കൊടുക്കുന്നതിനായി കടം വാങ്ങുവാനോ ജാമ്യം നിൽക്കുവാനോ ലോൺ എടുത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഈ വിഷു വർഷത്തിൽ ചില സാമ്പത്തികമായ കുരുക്കുകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കാരണമായേക്കും. സ്വന്തമായൊരു ഗ്രഹം ഇല്ലാത്തവർക്ക് ഒരു വീട് സ്വന്തമാക്കാൻ അനുകൂലമായ വർഷമാണ് ഈ വിഷുവർഷം. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വീട് പുതുതായി പണിയുവാനോ പുതിയ വീട് വാങ്ങുവാനോ ഒക്കെ കഴിയും. അതിന് അനുകൂലമായ സമയം എന്ന് പറയുന്നത് 2026 ജൂൺ ഓഗസ്റ്റ് മാസങ്ങളാണ്. അതുപോലെ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വാഹന യോഗവും, ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വാഹന യോഗവും ഈ 2026 വിഷു വർഷത്തിൽ ഉണ്ട്. അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്വപ്നം സഫലമാകും. വിവാഹം ഉറപ്പിക്കുവാൻ അനുകൂലമായ മാസങ്ങൾ ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടമാണ്. ആ സമയത്ത് നിങ്ങൾ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാലും സാധിക്കും. ഭാഗ്യാനുഭവം 92%, അതായത് വളരെ മികച്ച ഭാഗ്യാനുഭവങ്ങൾ തിരുവാതിര നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു വിഷു വർഷമാണിത്. അനുകൂലമായ നിറങ്ങൾ പച്ച, കറുപ്പ്, വെളുപ്പ് തുടങ്ങിയവയാണ്. നിങ്ങൾക്ക് നേട്ടമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് ഈ 3 നിറത്തിലുള്ള പച്ച, കറുപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, യാത്ര ചെയ്തു കഴിഞ്ഞാൽ, ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഒക്കെ ഇത്തരം കളറുകൾ, ഭിത്തിയിൽ പെയിൻറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത്തരം കർട്ടനുകളെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഗുണകരമായി വരുവാൻ വളരെ സാധ്യതയുണ്ട്. ശുഭദിനം എന്നത് ബുധനാഴ്ച, ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളാണ്. ഈ 2 ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കുക, പ്രധാന കാര്യങ്ങൾ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിന് അഡ്വാൻസ് കൊടുക്കുകയോ പേയ്മെൻറ്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതും നിങ്ങൾക്ക് നല്ലതായിരിക്കും. ശുഭദിനം എന്നത് ബുധനും ശനിയുമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വർഷം വിദേശത്ത് നിന്ന് പുതിയ ബിസിനസ് അവസരങ്ങളോ പഠന സൗകര്യങ്ങളോ ഒക്കെ ലഭിക്കുവാൻ വളരെ വലിയ സാധ്യതകളുണ്ട്. വിദേശ ബിസിനസ്, വിദേശത്ത് നിന്നുള്ള ധന നേട്ടം, ലാഭം തുടങ്ങിയവയൊക്കെ വലിയ സാധ്യതയുള്ള വർഷമാണ്. അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതിന് നിങ്ങൾ വിദേശത്ത് പോകണം എന്ന് തന്നെയില്ല. വിദേശ കമ്പനികളുമായിട്ടുള്ള ഓൺലൈൻ ബിസിനസ്സുകളും നിങ്ങൾക്ക് ഈ വിഷുവർഷത്തിൽ ലാഭകരമാണ് എന്നുകൂടി പറയുകയാണ്. തിരുവാതിര നക്ഷത്രത്തിൻ്റെ അധിപൻ രാഹുവും രാജ്നാഥൻ ബുധനുമാണ്. 2026 ജൂണിൽ വ്യാഴം നിങ്ങളുടെ ധനഭാവത്തിലേക്ക് കടക്കുന്നതോടുകൂടി സാമ്പത്തികമായി തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ വഴികൾ തെളിയുകയും ചെയ്യും. ഗ്രഹനിർമ്മാണവും വസ്തു ഇടപാടുകളും നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതുതായി വസ്തു വാങ്ങാനോ വീട് പണിയാനോ ഒക്കെ ആഗ്രഹിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ 2ാം പകുതി വളരെ അനുകൂലമാണ്. അനുകൂല മാസങ്ങൾ ജൂൺ, ഓഗസ്റ്റ്, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളാണ്. തറക്കല്ലിടുവാനായി ചിങ്ങം, അതായത് ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ വൃശ്ചികം, നവംബർ മാസങ്ങളിൽ തിരുവാതിര നക്ഷത്രം വരുന്ന ശുഭദിനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഉത്തമമാണ്. ബുധൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ വീട് പണി വേഗത്തിൽ പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഭൂമി വാങ്ങുവാനായി മെയ് മാസത്തിലെ നിങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് അനുകൂലമായ ശുഭമുഹൂർത്തങ്ങൾ തിരഞ്ഞെടുത്ത് കരാറുകളിൽ ഒപ്പിടുകയോ അഡ്വാൻസ് കൊടുക്കുകയോ എഴുതി വാങ്ങുകയോ ഒക്കെ ചെയ്യുക. അത് മെയ് മാസത്തിലെ ശുഭമുഹൂർത്തങ്ങൾ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
ഗൃഹപ്രവേശത്തിന് സെപ്റ്റംബർ മുതൽ വർഷാവസാനം വരെയുള്ള മാസങ്ങളിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി മുഹൂർത്തങ്ങളുണ്ട്. അവയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കണം. ഇനി വിവാഹത്തിനെ പറ്റി പറയുമ്പോൾ വിവാഹ മുഹൂർത്തങ്ങൾ അനുകൂലമായ സമയം 2026 ജൂലൈ മുതൽ ഡിസംബർ വരെയാണ്. ഈ സമയം വിവാഹ തീരുമാനങ്ങൾ എടുക്കാൻ, വിവാഹം കഴിക്കാനൊക്കെ, വിവാഹം നടത്താനൊക്കെ ഏറ്റവും ശുഭകരമായ സമയമാണ്. വ്യാഴം ധനഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നടക്കുന്ന വിവാഹങ്ങൾ കുടുംബത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷം കൊണ്ടുവരികയും ചെയ്യും. വിദേശത്തോ ദൂരദേശത്തോ ഉള്ള വ്യക്തികളിൽ നിന്ന് നല്ല ആലോചനകൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും മികച്ചത് എന്ന് തോന്നുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ വേണം നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ കാലഘട്ടത്തിൽ എടുക്കുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദം. 9ാം ഭാവത്തിലെ ശനി തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യപുഷ്ടി നൽകും. പക്ഷേ അമിതമായ ആത്മവിശ്വാസം നിങ്ങൾ ഒഴിവാക്കണം. അതായത് കൃത്യമായി വ്യക്തമായ ധാരണയില്ലാത്ത ഒരു കാര്യത്തിൽ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്യുവാനും അതിനുവേണ്ടി ഇറങ്ങുവാനും ഒന്നും ശ്രമിക്കാതിരിക്കുക. തടസ്സങ്ങൾ മാറാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ചെയ്യുക. വിഷ്ണു ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശാസ്ത ക്ഷേത്ര ദർശനവുമൊക്കെ നിങ്ങൾ നടത്തണം. ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാക്കി തരും. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ തുളസിമാല ചാർത്തുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാനായിട്ട് സഹായിക്കും. കൂടാതെ രാഹുദോഷം മാറാൻ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. 92% ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു വിഷുവർഷമാണിത്. ഇത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. എങ്ങനെയെന്നാൽ സൽചിന്തകൾ, സൽപ്രവർത്തികൾ മാത്രമേ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാവൂ. നിങ്ങൾ അശരണർക്കും പാവപ്പെട്ടവർക്കും സാധു മൃഗാദികൾക്കുമെല്ലാം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, അത് വലുതൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ കുറച്ച് ദാഹജലം കൊടുക്കുകയോ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ പോലും നിങ്ങൾക്ക് പുണ്യം ലഭിക്കും. അതെല്ലാം ഭാഗ്യവർദ്ധനവിന് ഉതകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ക്രൂര പ്രവർത്തികളൊന്നും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങളുടെ ഭാഗ്യത്തെ തടസ്സപ്പെടും. ഒന്നും കിട്ടിയില്ല എനിക്ക് എന്ന് പറഞ്ഞ് പിന്നീട് ദുഃഖിച്ചിട്ട് യാതൊരു കാര്യമില്ല. ശാന്തമായ, സന്തോഷകരമായ, നിർമ്മലമായ മനസ്സുള്ളിടത്ത് മാത്രമേ ഭഗവാൻ കടാക്ഷിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ആരുടെയും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കാതിരിക്കുക. ആരുടെയും നമുക്ക് അനാവശ്യമായി ഒന്നും തന്നെ ഒരു മോശം പ്രവൃത്തിയിലൂടെയും ഒരു മോശമായ വഴിയിലൂടെയും സമ്പാദിക്കണമെന്ന് മനസ്സിൽ പോലും ചിന്തിക്കാതിരിക്കുക. സ്വന്തം കയ്യിൽ വരുന്ന ധനത്തിൻ്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് കഴിയുന്നത് പോലെ സഹായിക്കുക. തെരുവ് മൃഗങ്ങൾക്ക്, അശരണരായ സാധു മൃഗങ്ങൾക്ക് ദാഹജലവും ആഹാരവും കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാലഭൈരവൻ്റെ അനുഗ്രഹം ഈ കാലയളവിൽ നിങ്ങൾ നേടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന്, അതായത് നിങ്ങളുടെ ഭാഗ്യം കൈകളിലേക്ക് എത്തുന്നതിന് വഴിയിലുണ്ടാവുന്ന തടസ്സങ്ങളെ മാറ്റുന്നതിന് ഭയങ്കര അനുഗ്രഹീതമായ ഒരു കാര്യമായിരിക്കും. കാലഭൈരവനെ പ്രീതിപ്പെടുത്തുവാൻ കാലഭൈരവൻ്റെ ഇഷ്ട വഴിപാടുകൾ ഏതെങ്കിലും കാലഭൈരവ ക്ഷേത്രത്തിൽ ചെന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിന് സാധ്യമല്ലെങ്കിൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, കാലഭൈരവൻ്റെ സന്തത സഹചാരിയായ നായ, അത് ഏതെങ്കിലും തെരുവ് നായകളായാലും ശരി തന്നെ, അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. അതിനെ ഉപദ്രവിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക. അതിന് കിടക്കാൻ ഒരു ശകലം സ്ഥലമോ കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ അല്പം ദാഹജലമോ ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കും. അതുകൂടാതെ കാക്കകൾക്ക് ഒരു പിടി ആഹാരം, ഒരു ഉരുള ചോറ് നമ്മുടെ ആഹാരം കഴിക്കുമ്പോൾ പുറത്ത് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും ഒരു നല്ല വിഷുവർഷമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ലഭിക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിലെ സാമ്പത്തിക കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ഭാഗ്യവും ധനാഭിവൃദ്ധിയും ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു വിഷുവർഷമാണിത്. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.